ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യം ഗഗൻയാൻ നടപ്പാക്കുന്നതിന് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുമായി കരാർ ഒപ്പുവെച്ച ISRO യാത്രികരുടെ പരിശീലനത്തിനും ക്രൂ മൊഡ്യൂൾ റിക്കവറി ദൗത്യത്തിനുമാണ് ധാരണ ഒപ്പുവെച്ചത്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ഡയറക്ടർ DK സിംഗ്, ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി സ്പേസ് കേപ്പബിലിറ്റി വിഭാഗം ജനറൽ മാനേജർ ജറോഡ് പവനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് പങ്കുവയ്ക്കേണ്ടതല്ലേ? തീർച്ചയായും ദേവിക, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ സ്പേസ് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്നതിനെ കുറെ കൂടി അന്താരാഷ്ട്ര തലത്തിലുള്ള എക്സ്പെർട്ടൈസുകൾ ആവശ്യമുണ്ട്. പരിശീലന പദ്ധതികളിലും എല്ലാം തന്നെ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരിശീലന പദ്ധതി ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുമായി നടപ്പാക്കുന്നതിനുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ISRO ഒപ്പുവെച്ചിരിക്കുന്നത്. സ്പേസ് കേപ്പബിലിറ്റി സെന്റർ, ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുടെ കേപ്പബിലിറ്റി സെന്ററുമായി ഈ ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ധാരണ പ്രകാരം ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനം, അതുപോലെ തന്നെ അത് അനുബന്ധമായ ചില പരിശീലനങ്ങളും പരിശീലനത്തിന് അനുബന്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കലും ഉൾപ്പെടെ ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുമായി സഹകരിച്ച് നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇത് കുറെ കൂടി കൃത്യമായ രീതിയിൽ ഇവരെ സ്പേസിലേക്ക് അയക്കുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ മാനസിക ക്ഷമതയും എല്ലാം നിലനിർത്തുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി ഒരുക്കുക. മാത്രമല്ല, ഇത്തരത്തിൽ തിരിച്ചു വരുന്ന സ്പേസ് ക്യാപ്സ്യൂൾ തിരിച്ചു വരുമ്പോൾ, അതായത് ഈ മോഡ്യൂൾ, സ്പേസ് മോഡ്യൂൾ നമുക്കറിയാവുന്നതാണ്, ഈ സ്പേസ് മോഡ്യൂൾ തിരിച്ചു വരുമ്പോൾ കടലിലാണ് വന്ന് അത് ഇറങ്ങുന്നത്. അവ കടലിൽ നിന്ന് അത് റിക്കവർ ചെയ്യുന്നതിനുള്ള ചില സാങ്കേതിക വൈദഗ്ധ്യങ്ങളെല്ലാം തന്നെ ആവശ്യമുണ്ട്. ആ സാങ്കേതിക വൈദഗ്ധ്യങ്ങളിൽ ചില കെമിക്കൽ അനാലിസിസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി തങ്ങളുടെ എക്സ്പെർട്ടൈസ് ലഭ്യമാക്കുമെന്നാണ് ഈ ധാരണയുണ്ടായിരിക്കുന്നത്. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ ISROയുടെ ഹ്യൂമൻ ഫ്ലൈറ്റ് സെന്ററിന്റെ ഡയറക്ടർ DK സിംഗും അതുപോലെ തന്നെ ജെറോഡ് പവൻ, അത് ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുടെ പ്രതിനിധിയുമാണ്. ഇവർ രണ്ട് പേര് ചേർന്നാണ് ഇപ്പോൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഗഗൻയാൻ യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു സന്തോഷ വാർത്തയിലേക്ക് കൂടിയാണ് ഈ ധാരണാപത്രത്തിന്റെ യാഥാർത്ഥ്യമാകലിലൂടെ വിവരങ്ങൾ നീങ്ങുന്നത്. ദേവിക. ശരി.